മത്സര പരീക്ഷകളിലെ ക്രമക്കേടിന് 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപ പിഴയും ലഭിക്കുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ചോദ്യക്കടലാസ് ചോർത്തലടക്കം 20 കുറ്റങ്ങൾക്കാണ് ശിക്ഷ. 2023 മുതൽ മേശപ്പുറത്തുള്ള ബില്ലാണിത്. രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. 10 വർഷം വരെ ജയിൽ ശിക്ഷയും 1 കോടി രൂപയുമാണ് മത്സര പരീക്ഷകളിലെ ക്രമക്കേടിന് ലഭിക്കുക. അത് വലിയ നിർണായകമായൊരു നീക്കമാണ്. ഈ ബില്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ എപ്പോഴാണിത് അവതരിപ്പിക്കുക? കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് ആർക്കെ? സ്മിത, ഇന്ന് ഈ രാഷ്ട്രപതി അഭിസംബോധന ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നന്ദി പ്രമേയ ചർച്ച അത് പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ ബില്ലിന്റെ അവതരണത്തിലേക്ക് കടക്കുകയുള്ളൂ. ഈ ബില്ല് അവതരിപ്പിക്കുന്നത് പേഴ്സണൽ കാര്യ മന്ത്രി ആയിരിക്കും, ജിതേന്ദ്ര സിംഗ് ആയിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുന്നത്. 2010 മുതൽ ഇത്തരത്തിലുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. ബില്ല് പലതവണ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുകയും ഏറ്റവും ഒടുവിൽ 2023 അത് മടങ്ങിയെത്തുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്ന് ഈ ബില്ല് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അജണ്ടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് നമ്മൾ കടന്നാൽ രാജ്യത്തെ വിവിധ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് വിവിധങ്ങളായിട്ടുള്ള ആക്ഷേപങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പരീക്ഷയുടെ ഈ കോപ്പിയടി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഒക്കെയാണ് നേരിടുന്നത്. അതുകൊണ്ട് ഇതിന് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റമായിട്ട് പരിഗണിക്കാനാണ് ഇപ്പോൾ ഈ ബില്ല് ശുപാർശ ചെയ്യുന്നത്. 10 വർഷം വരെ ഉള്ള തടവ്, 1 കോടി രൂപ വരെയുള്ള പിഴ അടക്കം ഉള്ള 20 കുറ്റങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കോപ്പിയടി കൂടാതെ സംഘം ചേർന്ന് ഈ ചോദ്യപേപ്പർ ചോർത്തുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഈ ബില്ലിന്റെ ഭാഗമായിട്ട് ഉണ്ട്. ഏതായാലും ഈ ബില്ല് അവതരണവുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിന്റെ ചില ഭേദഗതികളൊക്കെ ചില പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതടക്കം സജീവമായിട്ട് ചർച്ച ചെയ്തതിന് ശേഷമായിരിക്കും ഈ ബില്ല് പാസ്സാക്കുന്ന നടപടികളിലേക്ക് പോവുക. അത് ഇന്ന് ഈ ബില്ല് അവതരിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമത്തിലാണ് സർക്കാർ. അഥവാ അത് സാധിച്ചില്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ, നാളെയും മറ്റന്നാളും ഒക്കെ സഭ ചേരുന്നുണ്ട്. ആ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും പേഴ്സണൽ കാര്യമന്ത്രി ജിതേന്ദ്ര സിംഗ് ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കും. ശരി, രാധാകൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്. ചോദ്യക്കടലാസ് ചോർത്തലടക്കം 20 കുറ്റങ്ങൾക്കാണ് ശിക്ഷയുണ്ടാവുക. 2023 മുതൽ മേശപ്പുറത്തുള്ള ബില്ലിന്റെ അവതരണമാണ് ഇന്നുണ്ടാവുക. കൂടുതൽ വിവരങ്ങൾ രാധാകൃഷ്ണൻ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും.